നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയ ഭാഗം ഇങ്ങനെയായിരുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു പേര് ശേഷിച്ചിരിക്കാതെ എതിരാളികളെ ജയിപ്പിക്കുന്ന ക്രോധാഗ്നിയുള്ളൂ എന്നുള്ള കാര്യമാണ് ചിന്തിച്ചത്. ആ എതിരുകളെ ദയിപ്പിക്കുന്ന ക്രോധാഗ്നിക്ക് ആരാണ്, ഏത് പാപമാണ് നമ്മളെ അതിലേക്ക് തള്ളിവിടുന്നത്, അതിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചു. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യാദൃശ്യമായി നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാനുള്ള സാധ്യതകൾ വന്നു. യാദൃശ്യമായി നമ്മൾ പാപം ചെയ്തു. ആ പാപങ്ങൾ നമ്മൾ സത്യന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം തന്നെയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ ചെയ്ത പാപങ്ങളാണോ ദൈവത്തിന്റെ എതിരാളികളെ ദയിപ്പിക്കുന്ന ക്രോധാഗ്നിക്ക് നാം പാത്രരാകുന്നത് എന്ന് ഞാൻ കണ്ടു. അപ്പം നമ്മൾ കണ്ടു, എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിനെ ചവിട്ടിക്കളയുകയും തങ്ങളെ ശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ തുച്ഛീകരിക്കുകയും ചെയ്യുന്നതാണ് പാപം എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വിശ്വാസമാണ്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴും കർത്താവിന് പലപ്പോഴും പല സ്ഥലങ്ങളിലും അവരുടെ അവിശ്വാസം നിമിത്തം തനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ബൈബിൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കാൻ വിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും. അപ്പോ അവിശ്വാസമാണ് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ദൈവത്തെ അങ്ങനെ ആക്കിക്കളയുന്ന ഒരു ഏറ്റവും മഹാപാപം എന്ന് പറയുന്നത് നമ്മുടെ അവിശ്വാസമാണ്. നമുക്ക് ജയിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യേശുവിനെ ചവിട്ടിക്കളയും, തന്നെ ശുദ്ധീകരിച്ച രക്തമല്ലെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ തുച്ഛീകരിക്കുകയും ചെയ്യുന്നവർ എത്രയധികം ശിക്ഷയ്ക്ക് പാത്രമായി തീരും കാണുകയുണ്ടായി. ഇനി അടുത്ത വാക്യം ഞാൻ വായിക്കുന്നു. അതിന്റെ 30 വാക്യം. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അപ്പോ നമുക്ക് അറിയാമല്ലോ എന്നുള്ളൊരു കാര്യം അപ്പോസ്തലൻ ഇവിടെ അവരെ ഓർമ്മപ്പെടുത്തും. നമുക്കറിയാമല്ലോ. എന്താ നമുക്കറിയാവുന്ന കാര്യം? അവൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. നമുക്ക് ഈ ദൈവത്തെ അറിയാം. ആ ദൈവം നിങ്ങൾക്കറിയാം. ക്രിസ്ത്യാനികൾക്ക്, എബ്രായരോട്, ഇസ്രായേൽ മക്കളോട് ഈ കാര്യം പറയുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന്, നമ്മളെക്കാൾ അധികം അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ശലോമോന്റെ കാലശേഷം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം 2 രാജ്യമായി വിഭജിച്ചു പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. അത് യഹൂദ എന്നും ഇസ്രായേൽ എന്നുമായിരുന്നു. ഈ ഇസ്രായേലും യഹൂദയും അവർ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെടാതെ, അതനുസരിക്കാതെ സ്വന്തം താല്പര്യപ്രകാരം അവർ ജീവിച്ചത് കൊണ്ട് ദൈവം ഈ യഹൂദ എന്ന രാജ്യത്തെയും ഇസ്രായേൽ എന്ന രാജ്യത്തെയും അവർ പ്രവാസത്തിലേക്ക് അയച്ചു കളഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഈ കാര്യം തന്നെ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തില് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നാം കാണുന്നുണ്ട്. നിങ്ങൾ അത് ഇസ്രായേലിന് വെടിയിക്കപ്പെട്ട ചെങ്കടൽ കടന്ന് മരുവിൽ കൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേലിനെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ രാഫാൻ ദേവന്റെ നക്ഷത്രവും മോലേക്കിന്റെ കൂടാരവും എടുത്തുകൊണ്ട് നടന്നില്ലയോ? നിങ്ങളെ ബാബേലിനപ്പുറം പ്രവാസിക്കുമാറാക്കും എന്ന് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നാം കാണുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി നമുക്കറിയാമല്ലോ എന്നുള്ള ഒരു കാര്യം അവരെ ബോധിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുക. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന രാജ്യവും യഹൂദ എന്ന രാജ്യവും സ്വന്തം ദേശം വിട്ട് അന്യദേശത്തിലേക്ക്, ബാബേലിലേക്കും അശൂരിലേക്കും അടിമകളായി പോകേണ്ടി വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മരുഭൂമിയിൽ കൂടെ നടന്ന ഇസ്രായേൽ ജനത്തെ ദൈവം ന്യായം വിധിച്ചു. അവര് മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെ അനേക കാര്യങ്ങൾ അറിയാവുന്ന ഇസ്രായേൽ ജനത്തോട്, ഇസ്രായേൽ മക്കളോട്, ഇസ്രായേലിൽ നിന്ന് ക്രിസ്ത്യാനികളായി തിരിഞ്ഞു വന്നവരോട് അപ്പോസ്തലൻ പറയുവാണ്, നമുക്കിത് നിങ്ങൾക്ക് അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. എന്നിട്ട് പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ
വീഴുന്നത് ഭയങ്കരം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലല്ല, ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നാം വീഴേണ്ടത്. പഴയ പ്രമാണത്തിന്റെ കാലത്ത് ദൈവം അവരെ അപ്പോൾ ശിക്ഷിച്ചിരുന്നു. അവർ ചെയ്ത തെറ്റുകൾക്ക് അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തിരുന്നു എന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ നാം ഇങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ. അതായത് ദൈവം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചില്ല. അപ്പോഴല്ല, ദൈവം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കും. യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് കൊടുത്തുമിരിക്കുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നു. ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ ആരെല്ലാം എന്തെല്ലാം കുറ്റം ചെയ്താലും പാപം ചെയ്താലും ദൈവത്തെ നിരസിച്ചു കളഞ്ഞാലും, ദൈവമില്ല എന്ന് മൂഢന്മാരെ പോലെ പറഞ്ഞാലും, ദൈവമില്ലാത്തവരെ പോലെ ദൈവം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവര്, ദൈവമക്കളെന്ന് പറയുന്നവര്, ദൈവനിഷേധികളെ പോലെ ജീവിച്ചാലും, എങ്ങനെ ജീവിച്ചാലും അപ്പോഴപ്പോൾ ദൈവം അവർക്ക് ന്യായവിധി കൊടുക്കുന്നില്ല. എന്നാൽ ദൈവം ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിയമിച്ചിരിക്കുന്നുണ്ട്. അത് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരമാണ് ചെയ്യുന്നതെന്ന് അവിടെ എഴുതി. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് കൊടുത്തുമിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പഴയ പ്രമാണത്തില് വഴി തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ പോകുമ്പോൾ അപ്പോൾ അവർക്ക് ശിക്ഷ കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അങ്ങനല്ല. ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദിവസത്തിന് വേണ്ടി അല്ല നാം ഒരുങ്ങേണ്ടത്. എന്നാൽ ആ ഒരു ദിവസത്തിന്റെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരായി തീരാനാണ് നാം ഓരോ ദിവസവും ഒരുങ്ങേണ്ടത്. അതിനുവേണ്ടി നമ്മളെ പ്രാപ്തമാക്കുന്നത് യേശുക്രിസ്തുവിലെ വിശ്വാസവും യേശുക്രിസ്തുവിന്റെ രക്തവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവും കൃപയുമാണ് നമ്മളെ അതിന് പ്രാപ്തരാക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്ന് എഴുതിയിരിക്കും. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴാതെ എല്ലാ സമയത്തും ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴുന്നവരായിരിക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ് എന്നിവിടെ പരിശുദ്ധാത്മാവിന്റെ ഈ പ്രയോഗത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. 32-ാമത്തെ വാക്യം, 32-33 വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം, നമ്മൾ മുമ്പേ വായിച്ചത്, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം കിട്ടിയ ശേഷം, അങ്ങനെ നമ്മൾ കണ്ടത്. എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ഇവിടെ അത് തന്നെ ആവർത്തിക്കുക. എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം, അഥവാ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളു. അപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ, ഇവരുടെ ജീവിതത്തിൽ, എബ്രായ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അവർ വലിയൊരു പോരാട്ടം കഴിച്ചിരുന്നു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. യഹൂദ മതത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയിലേക്ക് യേശുക്രിസ്തുവിനെ പിൻപറ്റാൻ വരുന്നവരുടെ പ്രയാസങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾ പണ്ട് അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസ് എന്ന മനുഷ്യനാണ് യേശുവിനെ, നിക്കോദിമോസും അരിമത്തിയിലെ മന്ത്രിയായിരുന്ന യോസേഫും കൂടിയാണ് യേശുക്രിസ്തുവിന്റെ ബോഡി ശരീരം അടക്കം ചെയ്തു. എന്നാൽ അങ്ങനെ അടക്കം ചെയ്ത ഈ നിക്കോദിമോസ് ആ യെരുശലേമിൽ ഉണ്ടായിരുന്ന പ്രമാണികളിൽ, സമ്പന്നരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 7 പേരിൽ ഒരുവനായിരുന്നു എന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി. അപ്പൊ ആ യേശുവിനെ അടക്കം ചെയ്യാനും യേശുവിന്റെ അടുക്കൽ രാത്രിയിൽ വന്നിട്ട് യേശുക്രിസ്തുവിന്റെ ഉപദേശം സ്വീകരിച്ച് രഹസ്യത്തിൽ യേശുവിന്റെ ശിഷ്യനായിരുന്ന ഈ സെന്നിധിരി സംഘത്തിലെ അംഗവുമായിരുന്ന ഈ മനുഷ്യൻ യഹൂദന്മാരുടെ പീഡനങ്ങൾ
ഒക്കെ ഇരയായി യെരൂശലേം നഗരം വിട്ടു പോകേണ്ടി വന്നെന്നും അങ്ങനെ തൻ്റെ പെൺമക്കൾ ഉപജീവനത്തിന് വേണ്ടി ഒലിവ് കായ് പറക്കി ജീവിക്കേണ്ടി വന്നു എന്നും ഒക്കെയുള്ള ചരിത്രങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, 1-ാം നൂറ്റാണ്ടിൽ വിശേഷിച്ച് യഹൂദ മതത്തിൽ നിന്ന് ഒരുവൻ ക്രിസ്ത്യാനിയായി തീരുക എന്ന് പറഞ്ഞാൽ ആ മതത്തിൽ നിന്ന് തന്നെ വളരെയധികം പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. അങ്ങനെ പ്രയാസം അനുഭവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം യേശുവിന്റെ ശിഷ്യന്മാര് ഭയപ്പെട്ട് വളരെ രഹസ്യമായി ഒരു മുറിയിൽ അടച്ച് അതിനുള്ളിൽ ഇരിക്കാനിടയായി. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരുടെ നടുവിൽ ചെന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഇങ്ങനെ വളരെ പോരാട്ടം കഴിച്ച ഒരു പഴയ കാലം, ഒരു മുൻകാലം നിങ്ങൾക്കുണ്ടല്ലോ എന്ന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അവരെ ഓർപ്പിക്കുകയാണ്. അത് അങ്ങനത്തെ പ്രയാസം അനുഭവിക്കുന്നവരുടെ കൂട്ടാളികളായി നിങ്ങൾ തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും എന്നിട്ട് പറയുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഇവർ വളരെ അധികം പീഡിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവരുടെ സമ്പത്തുകളെല്ലാം അപഹരിക്കപ്പെട്ടു. ആ കാലത്ത് ഒരു ക്രിസ്ത്യാനി ആകുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം കൂടായിരുന്നു. രാജ്യദ്രോഹിയായി മുദ്രകുത്തി രാജ്യദ്രോഹ കുറ്റം ആയതുകൊണ്ട് അവരുടെ സ്വത്തുക്കളെല്ലാം ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടി. അപ്പൊ അങ്ങനെ വളരെ സമ്പത്തുണ്ടായിരുന്ന ആളുകൾ പോലും നിർധനരായി, ഒന്നുമില്ലാത്തവരായി, വീട്ടിൽ നിന്ന് സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയത് കൊണ്ട് നിർധനരായി പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ആ കാലത്ത് ഉണ്ടായിരുന്നു. അതിനെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. ഈ അവരുടെ സമ്പത്തിന്റെ അപകാരം സന്തോഷത്തോടെ സഹിക്കാനുണ്ടായ കാരണം എന്താണ് എന്നിവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. അതിന്റെ കാരണം, സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്നതായ ഒരു ഉത്തമ സമ്പത്തുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ആ അറിവുണ്ടായിരുന്നത് കൊണ്ട് ഈ ലോകത്തിലെ സമ്പത്തിന്റെ അപകാരമെല്ലാം നിങ്ങൾ സഹിച്ചു എന്നല്ല, സന്തോഷത്തോടെ സഹിച്ചു. ആരെങ്കിലും തങ്ങളുടെ സ്വത്തിന്റെ അപകാരം പ്രയാസത്തോടല്ല സഹിച്ചിരുന്നത്, നേരെ മറിച്ച് സന്തോഷത്തോടെ അവർ സഹിച്ചിരുന്നു. അങ്ങനെ സഹിക്കാൻ അവരെ പ്രാപ്തമാക്കിയ കാരണം, അവര് സ്വർഗത്തിൽ തങ്ങൾക്ക് നിലനിൽക്കുന്നതായ ഉത്തമമായ സമ്പത്തുള്ളത് കൊണ്ട് താൽക്കാലികമായതും ഹ്രസ്വമായതും വളരെ വില കുറഞ്ഞതുമായ ഈ സമ്പത്തിന്റെ അപകാരം അവർ സന്തോഷത്തിൽ സഹിച്ചു. അടുത്ത വാക്യം വായിക്കുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതാണ്. നിങ്ങൾ ചെയ്തത് കൊണ്ട് ഒരു വലിയ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. അങ്ങനെ വലിയ പ്രതിഫലം, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയും. അപ്പോ ഈ ധൈര്യം ആണ് അവരെ ഈ സമ്പത്തിന്റെ അപകാരം സഹിക്കാനും ഈ കഷ്ടങ്ങളിൽ നിലനിൽക്കാനും എല്ലാം അവരെ പ്രാപ്തമാക്കുന്ന ധൈര്യമാണ്. നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ചന്ദ്രക്ക് മേശക്ക് അഭേദനവും ഇങ്ങനെ 3 എബ്രായ ബാലന്മാർ. അവര് പറയുന്നൊരു കാര്യമുണ്ട്, ഈ തീച്ചുളയിൽ നിന്ന് വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഇനി വിടുവിച്ചില്ലെങ്കിലും രാജാവെ, നീ നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അവരുടെ ധൈര്യമായിരുന്നു, ധൈര്യത്തോടുള്ള പ്രഖ്യാപനമായിരുന്നു. ആ ധൈര്യത്തിന്റെ അനന്തരഫലമായിട്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സ് വെച്ചിരിക്കുന്ന ഏവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാവും, കഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് നമ്മളോടും മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാനാണ് നമ്മുടെ താല്പര്യമെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടത് കൊണ്ടല്ല, നമ്മൾ പത്രസ്ലേഖനത്തിൽ വായിക്കുന്ന പരകാര്യത്തിൽ ഇടപെടുന്നതോ ഒന്നുമല്ല. എന്നാൽ ക്രിസ്ത്യാനിയായി തീർന്നത് കൊണ്ടാണ് നാം കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായി തീർന്ന് ദൈവ കൽപ്പന പ്രമാണിച്ച് ഈ ലോകത്തിൽ
ജീവിക്കാൻ മനസ്സ് വെച്ചത് കൊണ്ട് നാം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം. അല്ലാത്ത പ്രയാസങ്ങളൊക്കെ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ഉണ്ട് അങ്ങനത്തെ ഭൗതികമായ കാര്യങ്ങളുടെ പ്രയാസങ്ങൾ, അസുഖങ്ങൾ വരുന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ വരുന്നു, ജോലി നഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾക്ക് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കും. എന്നാൽ മറ്റുള്ളവരും അത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല. എന്നാൽ ക്രിസ്ത്യാനിയായി എന്ന ഏക കാരണത്താൽ, അത് യേശുവിന്റെ ശിഷ്യനായി തീർന്നിരിക്കുന്നു എന്ന കാരണത്താൽ, അഥവാ ലോകത്തിന്റെ വഴികൾ വിട്ട് ദൈവ വഴികളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന കാരണം കൊണ്ട് നാം കഷ്ടപ്പെടുകയോ പ്രയാസം അനുഭവിക്കുകയോ അങ്ങനെയുള്ള പ്രയാസങ്ങൾ കടന്നു പോകാൻ ദൈവം ഇടവരുത്തുകയോ ചെയ്താൽ അത് സന്തോഷത്തോടെ സഹിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അപ്പോസ്തലൻ പൗലോസ് ഇവരിവിടെ പറയുന്നത്. മഹാപ്രതിമകളെ നിങ്ങൾ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി സഹിഷ്ണുത നമ്മൾക്ക് ആവശ്യമാണ്. സഹിഷ്ണുതയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമായും മുൻപിൽ വരുന്നത് യോബിനെ കുറിച്ചാണ്. യോബിന്റെ കഷ്ടതകളെ കുറിച്ച്, യോബിന്റെ പ്രയാസങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇല്ല എന്ന് ഞാൻ ധരിക്കുന്നു. ക്രിസ്ത്യാനികളായിരിക്കുന്ന അല്ലെ ക്രിസ്തു മാർഗത്തിലുള്ള മാതാപിതാക്കളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഈ യോബിനെ കുറിച്ച് അറിയാൻ വയ്യാത്തവരായിരിക്കില്ല എന്ന് ഞാൻ ധരിക്കുന്നു. അപ്പൊ ആ യോബിന്റെ കഷ്ടങ്ങള് ദൈവം അതിനെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അത് വേറെ പർപ്പസ് ആയിരുന്നു. അത് ദൈവവും പിശാചും തമ്മിലുള്ള ഒരു എന്താ പറയുന്ന ഒരു തമ്മിലുള്ള ഒരു വാദം, നമുക്ക് ഇങ്ങനെ പറയാം, വേണമെങ്കിൽ ഒരു പന്തയത്തിന്റെ അനന്തരഫലമായിട്ടായിരുന്നു അങ്ങനെ സംഭവിച്ചത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊള്ളാവുന്നവരായി തെളിയാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ പലതും അനുഭവിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമ്മളെ പങ്കാളികളാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് യേശു ക്രിസ്തു മറ്റ് യാതൊരു കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടല്ല, പരകാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടല്ല, ലോകകാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടല്ല. ദയവായിട്ട് പിതാവിനെ പ്രസാദിപ്പിക്കുന്ന വഴി താൻ അവങ്കുരം യാതൊരു തടസ്സമില്ലാതെ, യാതൊരു വിട്ടുവീഴ്ചകളും ഇല്ലാതെ നടക്കാൻ മനസ്സ് വെച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവവഴിയിൽ നടക്കാൻ നാം മനസ്സ് വെക്കുന്നവരാണെങ്കിൽ, മനസ്സ് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്ക് ആവശ്യം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് പ്രസാദമില്ല. അപ്പോ ഇവിടെ രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്താൽ ജീവിക്കുന്നു, പിന്മാറുന്നു. വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു കൂട്ടരും എന്നാൽ പിന്മാറുന്ന ഒരു കൂട്ടരും. പിന്മാറുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തില് ദൈവഭാഗത്ത് വരുന്നതിന് മുൻപ്, അല്ല മാനസാന്തരപ്പെടുന്ന കാലത്തിന് മുൻപ്, ദൈവമകനായി തീരുന്നതിന് മുൻപ് ജീവിതത്തിലുള്ള ഏതെങ്കിലും തെറ്റായ മാർഗത്തിലേക്ക് അവൻ വഴുതിപ്പോയി എന്നുള്ള കാര്യത്തെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് അങ്ങനെ പോകുന്നത് നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്തിൽ നിന്ന് പിന്മാറുന്നു? വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്ന, അതായത് ജീവിതത്തിലുള്ള തെറ്റായ ഏതെങ്കിലും പ്രവൃത്തികളിൽ നിന്ന് ഒരിക്കൽ പിന്മാറി വേണ്ടെന്ന് വെച്ച് പിന്നെയും ആ പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പോ രണ്ടാമത്തെ കാര്യത്തിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നേരെ മറിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ അത്രയാകും. അപ്പൊ നാശത്തിലേക്കുള്ള പിന്മാറ്റമുണ്ട്. അത് ജീവിതത്തിലെ ദോഷമായ പ്രവൃത്തികളിലേക്കുള്ള പിന്മാറ്റം എന്നല്ല, വിശ്വാസത്തിൽ നിന്നുള്ള പിന്മാറ്റമാണ്. അങ്ങനെ നാമോ ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു.
ഇനി അടുത്ത 11-ാമത്തെ അധ്യായത്തിലേക്ക് വരും. അവിടെ ഇങ്ങനെ എഴുതി, വിശ്വാസം എന്നതോ, എന്താണ് വിശ്വാസം എന്ന അപ്പോസ്തലൻ ഇവിടെ ആദ്യം പറയും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയവുമാകും. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നല്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ, ഇപ്പൊ ഇവിടെ നമുക്ക് ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇല്ലാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് തരും എന്നുള്ളതല്ല വിശ്വാസം. അതാണ് വിശ്വാസം എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പോ വേനൽക്കാലമൊക്കെ കടിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ഒരു AC ഇല്ലാന്ന് സങ്കല്പിക്കുക. അപ്പോൾ AC ഇല്ലെങ്കിൽ ഇല്ലാത്ത കാര്യമാണ്, AC ഇല്ല. അപ്പൊ അത് ലഭിക്കും, അത് കിട്ടും, ദൈവം നമുക്കത് തരും എന്നുള്ളത് AC ഇല്ലാത്ത കാര്യങ്ങളുടെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ഇപ്പൊ AC ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യന് AC ദൈവം കൊടുക്കും എന്നുള്ളത് ആ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇപ്പൊ ഇങ്ങനെ സങ്കല്പിക്കുക, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം അത് 2000 വർഷങ്ങൾക്ക് അപ്പുറം നടന്ന കാര്യമാണ്. ഇന്ന് ജീവനോടെ ഈ ഭൂമിയിലിരിക്കുന്ന ആരും കണ്ടു. എന്നാൽ അത് ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യമാണ്. എന്നാൽ ഞാനത് കാണാത്ത കാര്യം, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ഉള്ള വിശ്വാസമല്ല, നേരെ മറിച്ച് ഉള്ള കാര്യങ്ങൾ അതുണ്ടെന്ന് വിശ്വസിക്കും. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകും. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഏതിനാൽ? അവിശ്വാസത്താൽ. ഇപ്പൊ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടത്, നമ്മൾ ചിന്തിച്ചത് കാണാത്ത കാര്യത്തിന്റെ ഉറപ്പാണ് വിശ്വാസം, നിശ്ചയമാണ്. കാണാത്ത കാര്യത്തിന്റെ ഉറപ്പാണ്. ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഈ അബ്രഹാമിനെ കൂടാരത്തിൽ പുറത്ത് കൊണ്ടുപോയിട്ട് ആകാശത്തെ നക്ഷത്രങ്ങളെ കാണിക്കുന്നു, കടൽക്കരയിലെ മണൽ കാണിക്കുന്നു, ഭൂമിയിലെ പൊടി കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിന്റെ സന്തതി ചുവണ്ണം ആകുമെന്ന്. അപ്പോ അബ്രഹാമിന് അന്ന് ഒരു മക്കളും ഇല്ല, സന്തതിയില്ല. സന്തതി ഇല്ലാതിരിക്കെ ദൈവം അബ്രഹാമിന് പറയുന്നു, നിനക്ക് ഇങ്ങനെ ആർക്കും എണ്ണിക്കൊടാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് സന്തതി ജനിക്കും. അപ്പൊ അബ്രഹാം അത് വിശ്വസിച്ചു, കണ്ടിട്ടല്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്ക്. ഇവിടെ അത് തന്നെ പറയുന്നത്, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. പൂർവന്മാരെന്ന് പറയുമ്പോൾ ഈ എബ്രായരെ സംബന്ധിച്ചുള്ള, ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പൂർവന്മാരെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ചിന്തയിൽ വരുന്നത് അവരുടെ പിതാക്കന്മാരെ കുറിച്ച്. അവരുടെ പിതാക്കന്മാര് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇവരാണ് പിതാക്കന്മാർ. ഇവരെ കുറിച്ചാണ് അവർക്ക് ഒറ്റ ശ്വാസത്തിൽ, ഒറ്റ ഓട്ടത്തിൽ അവരുടെ ചിന്തയിൽ വരുന്നത്. പിതാക്കന്മാര് അല്ലെങ്കിൽ പൂർവന്മാരെന്ന് പറയുമ്പോൾ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇതാണ് അവർക്ക് വരുന്നത്. ഇത് വരാത്ത ഒരു പൂർവന്മാർ അവർക്കില്ല. അപ്പൊ ഈ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് വിശ്വാസത്താലാണ്. അത് ഇല്ലാത്ത കാര്യത്തിന്റെ, കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസമാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്കത് കൊടുക്കും എന്നുള്ള വാഗ്ദത്തം ചെയ്തതിന്റെ വിശ്വാസത്താലാണ് അവർക്ക് സാക്ഷ്യം ലഭിച്ചത്. അടുത്ത വാക്യം, 13-ാമത്തെ വാക്യം പറയുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്നാൽ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ ലോകം ദൃശ്യമാണ്, അല്ലെ? ഈ വേൾഡ് ദൃശ്യമാണ്. ഈ ദൃശ്യമായ ലോകത്തിന് ദൃശ്യമായതും അദൃശ്യം, ഈ ലോകത്തിന്റെ പിൻപിൽ അദൃശ്യമായ ഒരു ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ കുറിച്ചല്ല പറയുന്നത്,
നേരെ മറിച്ച് നമ്മൾ എർത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കും. നാം ഈ കാണുന്ന നമുക്ക് ഈ എർത്ത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ വേൾഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സിസ്റ്റത്തെയാണ് വേൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ച് പല സ്ഥലത്തും പല അങ്ങനെ തന്നെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ആ എർത്ത് എന്ന് പറയുന്നത് വേൾഡ് അല്ല. അത് എർത്ത് എന്ന് പറയുന്നത് ഈ ഭൂമി, ഈ കല്ലും മണ്ണും പുഴകളും വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയാണ് എർത്ത് എന്ന് പറയുന്നത്. മറ്റേത് ലോകമാണ്. അതുകൊണ്ട് ആ പ്രശ്നം പറഞ്ഞ് ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ഒരു ലോകത്തിനെ സ്നേഹിക്കുകയും അവൻ ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്ന് പറയാൻ കാരണം അത് ഈ വേൾഡാണ്. എർത്തിനെ സ്നേഹിക്കുന്ന കാര്യം എർത്തല്ല. അപ്പൊ ഈ കാണുന്ന എർത്തിന് കാരണം ദൃശ്യമായതൊന്നും. എന്നാൽ സയൻസ് ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. നമുക്കറിയാം സയൻസിന് അങ്ങനെ അംഗീകരിക്കാൻ സമ്മതിക്കാൻ കഴിയത്തില്ല. നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഈ കാണുന്ന കാര്യത്തിന്, ഈ കാണുന്ന എർത്തിന് കാരണമായത് കാണാത്ത കാര്യം. നമ്മൾ കാണുന്ന കാര്യത്തിന് ഈ കാണുന്ന കാര്യം നമുക്ക് കാണത്തക്ക രീതിയിൽ സംഭവിച്ചതിന്റെ കാരണം നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് അത് ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ആ വചനമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ വചനത്തിന്റെ പ്രവൃത്തി സംഭവിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കാണുന്നത്, ദൈവത്തിന്റെ വചനം ഈ ഈ എർത്തിലേക്ക് നോക്കിയാൽ, ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. പ്രവൃത്തിയിൽ വന്ന ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ വചനത്തിന്, ആ പ്രവൃത്തിക്ക് കാരണം ദൃശ്യമായത്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്ന ദൈവത്തിന്റെ അരുളപ്പാട് കൊണ്ട് ഉണ്ടായി എന്നതാണ്. അതിന് ദൈവത്തിന് ഒരു സബ്സ്റ്റം, ഒരു പദാർത്ഥം ഇത് സൃഷ്ടിക്കാൻ ദൈവത്തിന് ആവശ്യമായിരുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു പദാർത്ഥവും ഇല്ലാതെ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അത് അങ്ങനെ സംഭവിച്ചു മാത്രം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, അദൃശ്യമായതത്രേ കാരണമെന്ന് പരിമാറ് ദൈവം തന്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എന്നാൽ അടുത്ത പറയുന്നത് പിന്നെ ഒരു 11-ാം അധ്യായത്തിൽ ഒരു 7 വ്യക്തികളുടെ കാര്യം. അതിൽ ഒന്നാമത്തെ വ്യക്തി ഹാബേലാണ്. വിശ്വാസത്താൽ, ഞാനത് വായിക്കുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നാമത് ഹാബേലിനെ കുറിച്ചാണ് പറയുന്നത്. ഹാബേല് നമുക്ക് ഒരു വിധത്തിൽ പറയാം, ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ട് ആദ്യമായി രക്തസാക്ഷിയായി തീരേണ്ടി വന്ന മനുഷ്യൻ ഹാബേലാണെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നതാണ് ഹാബേലിന്റെ കായീൻ കണ്ടതായ കുറ്റം. അത് ദൈവം അവനിൽ പ്രസാദിച്ചു എന്നുള്ളത്. അപ്പൊ ദൈവം അവനിൽ പ്രസാദിച്ചതിന്റെ കാരണം അവന്റെ വഴിപാട് കായീന്റേതിനേക്കാൾ ഉത്തമമായിരുന്നു എന്നത് കൊണ്ടല്ല. ഒരു മനുഷ്യന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുന്നത് ആ വഴിപാടിന്റെ മഹത്വം കൊണ്ടല്ല, നേരെ മറിച്ച് അത് അർപ്പിക്കുന്ന വ്യക്തിയുടെ മഹാത്മ്യം. അതുകൊണ്ട് യേശു പറഞ്ഞു, മൂഢന്മാരായുള്ളവരെ, ഏതാണ് വലിയത്, യാഗപീഠമാണോ അതോ യാഗവസ്തുവാണ്? ഈ യാഗപീഠം ആണ് യാഗവസ്തുവിനെ വിശദീകരിക്കുന്നത്, അല്ലാതെ യാഗവസ്തു യാഗപീഠത്തെ വിശദീകരിക്കുന്നതല്ല. അപ്പൊ യേശുക്രിസ്തു പറയുന്നു, അത് കായീന്റെയും ഹാബേലിന്റെയും കാര്യത്തിൽ പോലും നമുക്ക് ഈ കാര്യം അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഹാബേലിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ടാണ് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത്. കായീനിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് കൊണ്ടാണ് കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്. ഹാബേലിന്റെ ആടായത് കൊണ്ടല്ല. ഇനി ഒരു ആടിനെ തന്നെ കായീൻ യാഗം കഴിച്ചിരുന്നെങ്കിലും
ദൈവത്തിന് അതിൽ പ്രസാദിക്കാൻ കഴിയുമായിരുന്നില്ല. അതിന്റെ കാരണം ദൈവം കായനിൽ പ്രസാദിച്ചില്ല. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? കായന് ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുത്തില്ല. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകും, നീ അതിനെ കീഴടക്കും. എന്നാൽ ഈ ദൈവത്തിന്റെ അരുളപ്പാട് കായൻ ചെവിക്കൊള്ളാതിരുന്നിട്ട്, വേണ്ടതുപോലെ ശ്രദ്ധിക്കാതിരുന്നിട്ട്, ആ ആ അവസ്ഥയിൽ കായൻ ദൈവത്തിന് യാഗം കഴിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയത്തില്ല. ഇന്ന് ഈ യാഗ വസ്തുവും യാഗപീഠവും യാഗം കഴിക്കുന്ന പുരോഹിതനും നാം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ യാഗങ്ങൾ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആദ്യമായി നമ്മിൽ ദൈവം പ്രസാദിക്കണം. നമ്മിൽ പ്രസാദിക്കാത്ത, ഒരുവനിൽ ദൈവം പ്രസാദിക്കാത്ത ഒരുവന്റെ യാതൊരു യാഗവും ദൈവം അംഗീകരിക്കുന്നതല്ല, ദൈവം അത് പ്രസാദിക്കത്തില്ല. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിലും ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു.